ജെൻസിൻ്റെ പാൻറ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു താഴ്ഭാഗം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ ആ തുമ്പ് നോക്കുന്നത് ഇത് നല്ല ഭാഗം ഉള്ളിലേക്കാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു താഴ്ഭാഗം നമ്മൾ ആ തുമ്പ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴ്ഭാഗത്ത് ബോട്ടത്തിൻ്റെ ഭാഗം 2 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ച് മടക്കി അടിക്കുകയാണെങ്കിൽ 1.5 ഇഞ്ച് മതി, എമ്മിങ് ചെയ്യുകയാണെങ്കിൽ 2 ഇഞ്ച്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ ഒരു അളവ് തൊട്ടിട്ട് മുകളിലേക്ക് നമുക്ക് എത്രയാണ് ലെങ്ത്ത് എന്നുള്ളത് നോട്ട് ചെയ്യുക. നമ്മൾ 40 ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത്. 40 ഇഞ്ച് ലെങ്ത്തിൽ 39 ഇഞ്ച് നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്യുക. നമുക്കിതിന് വേണ്ടത് സീറ്റ്, അതുപോലെ വേസ്റ്റ് ലെങ്ത്ത്, പിന്നെ ബോട്ടത്തിൻ്റെ ആ ഒരു വിടുത്ത്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം 39 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 39 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ ഒരു സാൽവേഡ്ജിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ കട്ടിങ്ങിനൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം വേണ്ട. അപ്പോൾ വേണ്ടാത്ത ഭാഗം നമ്മളൊന്ന് തന്നെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മൾ വേസ്റ്റാണ്. വേസ്റ്റ് വന്നിട്ട് നമുക്ക് 38 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. 38 ഇഞ്ച് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഭാഗം 1 ഇഞ്ച് ഒന്നിങ്ങനെ ഷേപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 9.5 38ൻ്റെ 4 ഭാഗം എടുത്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ വേസ്റ്റ് വന്നിട്ട് ഉള്ളത്. ഇനി നമുക്ക് വേണ്ടത് സീറ്റിൻ്റെ അളവാണ്. സീറ്റ് നമുക്ക് 42 വന്നിരിക്കുന്നത്. 42ൻ്റെ 4 ഭാഗം എടുത്തിട്ട് 10.5 നമ്മളൊന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഇപ്പുറത്തും കൂടെ ആ 10.5 നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. രണ്ടാമത് ഇനി ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക. സ്കെയിൽ വെച്ചിട്ട് എപ്പോഴും വരയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് വളയും അത്. ഇനി നമ്മൾ ഈ ഒരു സീറ്റ് അടയാളപ്പെടുത്തുന്നത് ഈ ഒരു 10.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മുടെ സീറ്റിൻ്റെ 4 ഭാഗം അതിൽ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഒന്നിങ്ങനെ മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ടൊന്ന് സ്കെയിൽ, വേസ്റ്റും സീറ്റും കൂടെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരയ്ക്കുക. ഇനൊരു ലൈനെ വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ താന്ന് നിൽക്കുന്ന അവിടെ ഒരു 3/4 ഇഞ്ച് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ച് വരച്ചാൽ മതി ക്രോസ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഭാഗം വരില്ലേ, സിബ് വരുന്ന ആ ക്രോച്ച് ഭാഗം, അവിടെ ഇതുപോലെ ഞാനൊരു ആം ഹോൾ കർവാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ കൈ കൊണ്ട് നിങ്ങൾക്കൊന്ന് ചിരിച്ച് വരച്ചാലും മതി. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് സിബ്, ജെൻസിൻ്റെ പാൻറ്റിന് സിബ് വെക്കുന്ന ഭാഗം ഞാനൊരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് താഴത്തേക്കുള്ള ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സീറ്റിന് 12.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 12.5ൻ്റെ പകുതി എടുക്കുക. നേർ പകുതി എടുത്തിട്ട് നമ്മൾ ഈ ഒരു പാൻറ്റ് സ്ട്രൈറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ താഴത്തേക്കും വരച്ചു കൊടുക്കണം. അതിൻ്റെ പകുതിയാണ് കേട്ടോ, 12.5യുടെ പകുതിയാണ് വരയ്ക്കേണ്ടത്. അതുപോലെ ഇവിടെ കാൽമുട്ട് ഭാഗം എടുക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയിലേക്ക് 2 ഇഞ്ച് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ 39 നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുള്ളത്. 39ൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ഇഞ്ച് കൂടുതലായിട്ട് കൊടുത്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്താൽ മതി. അതാണ് നമ്മൾ കാൽമുട്ട് ഭാഗം വരിക. ഇനി ഇവിടെ നമ്മളൊന്ന് സ്കെയിൽ വെച്ച് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ പകുതി എടുത്തിട്ടില്ലേ, 12.5ൻ്റെ പകുതി 6.25, ആ 6.25 നമ്മളിതുപോലെ വരച്ചു കൊടുത്തിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. താഴ്ഭാഗത്തും ആ 12.5ൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇതുപോലൊന്ന് ലൈന് സ്കെയിൽ വെച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കുക. താഴത്ത് വരെ വരയ്ക്കുക കേട്ടോ. നമ്മൾ തുണിയുടെ പൊട്ടവശത്താണ് വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ലൈനൊന്നും വരയ്ക്കുന്നതിന് കുഴപ്പമില്ല, ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇനി നമ്മൾ ഈ ഒരു കാൽമുട്ട് ഭാഗം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ 2.5 ഇഞ്ച് കുറയ്ക്കിയതിൽ നിന്ന് നിങ്ങളടുത്ത് ആ അളവുണ്ടെങ്കിൽ അളവ് എഴുതിയാലും മതി. അതിൻ്റെ 4 ഭാഗം എടുത്താൽ മതി. എനിക്ക് 2.5 ഇഞ്ച് കുറച്ച് 10 ഇഞ്ച് എടുത്തിട്ടുണ്ട് ഞാൻ. 12.5 അല്ലേ, അപ്പോൾ 2.5 ഇഞ്ച് കുറച്ചിട്ട് 10 ഇഞ്ച് അതിൻ്റെ 5 ഇഞ്ചുമായിട്ട് അടയാളപ്പെടുത്തുക. അതുപോലെ ബോട്ടം നമുക്ക് 13 ഇഞ്ചാണ് വന്നിട്ടുള്ളത് ബോട്ടം ഭാഗം. ആ 13ൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ, 13ൻ്റെ പകുതി വരുമ്പോൾ 6.5, അതിൻ്റെ സെൻറ്റർ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. 2 ഭാഗത്തേക്കുമായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കുക. അതുപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ ഒന്ന് വരയ്ക്കുക.
ഇതേപോലെ തന്നെ ഈ ഒരു സൈഡ് ഇതേമാതിരി സ്കെയിൽ മറച്ച് വെച്ചിട്ട് ഇപ്പുറത്തേക്കും കൂടെ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമ്മൾ പാൻറ്റിന് ഷേപ്പിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തണം. ഇനി നമുക്ക് ആ വര താഴത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം കൂടി ഒന്ന് കറക്റ്റായിട്ട് എടുത്തിട്ട് അപ്പുറത്തെ സൈഡും അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴത്തേക്ക് നമ്മൾ കുറച്ചൊന്ന് കോണായിട്ട് മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്കതിങ്ങനെ ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഇടത്തിൽ വരച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പൊട്ടവശത്താണ് മാർക്ക് ചെയ്യണത് എന്ന്. ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജെൻസിൻ്റെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അങ്ങനെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും കൂടി കാണിക്കേണ്ടത്. അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടത്. പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പലർക്കും പല കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം കട്ടിങ് ഒന്ന് ക്ലിയർ ആയിട്ട് സ്റ്റിച്ചിങ് വെക്കാം. ഇനി നമ്മൾ പോക്കറ്റിന് ഒരു 2 ഇഞ്ച് മുകൾ ഭാഗത്ത് 2 ഇഞ്ചൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 7 ഇഞ്ച് നമ്മൾ പോക്കറ്റിന് താഴത്തേക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ക്രോസ് ആയിട്ട് വരയ്ക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരയ്ക്കുന്നത്. എന്നിട്ട് നമ്മളവിടെ ഒരു നോച്ച് ഇടുക ചെയ്യാറുള്ളൂ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞോട്ടെ പോക്കറ്റിനാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. ഇതുപോലെ സിബിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ക്രോച്ചിൻ്റെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ആണിത്. ബാക്ക് പാർട്ടിന് നമ്മൾ ഈ തുണി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെരിയാനൊന്നും പാടില്ല. അപ്പോൾ ഈ ഒരു ഇത് 9.5 നിൽക്കുന്നത്. ഇതുപോലെ തന്നെ കറക്റ്റ് ആണോ നോക്കുക. തുണിയുടെ സെൻറ്ററും ഈ വെച്ചിരിക്കുന്ന വരയും കൂടെ കറക്റ്റ് ആണോ നോക്കുക. അപ്പോൾ നമുക്കത് വളഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ക്രോസിലാണോ ഒക്കെ എടുക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഇനി ഇവിടുന്ന് താഴത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. അതുപോലെ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗം 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഒരു സീറ്റിൻ്റെ ഭാഗം വരുമ്പോൾ 1.5 ഇഞ്ചല്ല നമുക്ക് വേണ്ടത്, 2.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1.5 മാർക്ക് ചെയ്തിട്ട് പിന്നെ 1 ഇഞ്ചും കൂടെ ഞാൻ കൂടുതലായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ലൂസിന് വേണ്ടിയിട്ടാണ് ആ ഭാഗത്തേക്ക്. ഇനി ഒന്ന് ക്രോസ് ആയിട്ട് വെക്കണം. 1 ഇഞ്ചിക്ക് ഒരു ക്രോസ് എടുത്തിട്ടാണ് ഈ ഒരു ലൈൻ കൊടുക്കുന്നത് കേട്ടോ. കറക്റ്റ് സ്ട്രെയിറ്റിലല്ല സ്കെയിൽ പിടിച്ചിരിക്കുന്നത്, ക്രോസ് ആയിട്ട് പിടിച്ചിട്ടാണ്. ഇതെല്ലാം സ്ട്രെയിറ്റിലാണ് പിടിച്ചിട്ടാണ് വരയ്ക്കുന്നത്. പക്ഷെ ആദ്യം നമ്മൾ ആ ക്രോസിൻ്റെ ഭാഗം വരയ്ക്കുമ്പോൾ സ്കെയിൽ 1 ഇഞ്ചിക്കൊന്ന് ക്രോസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇനി പാൻറ്റിൻ്റെ ഈ സൈഡ് നമ്മൾ ഇതേ ഫ്രണ്ട് പീസ് എങ്ങനെ കട്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് ബാക്ക് പീസും താഴ്ഭാഗമൊക്കെ എടുക്കുന്നത്. ഈ ഒരു മുകൾ ഭാഗത്ത് മാത്രമാണ് നമ്മൾ 1 ഇഞ്ചിന് 1 ഇഞ്ചില്ല 3/4 ഇഞ്ചിനൊന്ന് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുന്നത്. ഇനി നമ്മളിതുപോലെ മേൽഭാഗം അടയാളപ്പെടുത്താം. ഒരു 1.5 ഇഞ്ചിക്ക് മുകളിലേക്ക് ബാക്ക് പീസ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരയ്ക്കുക. ഇത് കുറച്ച് വേസ്റ്റും ഇറ്റൊക്കെ ഉള്ള ഒരാളുടെ പാൻ്റ് ആയതുകൊണ്ടാണ് 1.5 ഇഞ്ചിക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് 9.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ബാക്ക് പീസ് 9.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് നമ്മളവിടെ ഫ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഒരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്ക്കുമ്പോൾ പാനിന് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ സീറ്റിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് കൂടുതൽ നിൽക്കണം. അതും കൂടി മറക്കണം. അതിന് മുന്നായിട്ട് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ലൂസായിട്ട് കൂട്ടിയിടാനുള്ള ഭാഗം ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ട് ഒന്നിങ്ങനെ വരയ്ക്കുക. ഈ ഭാഗത്തു കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുക. മറ്റേ ഭാഗത്തു കൂടെ ആദ്യം വരച്ച ഭാഗത്തു കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുക. ഇതുപോലെ ഒന്ന് ആ ഒരു ഭാഗത്തേക്ക് തന്നെ കോണായിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ലൈന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ലൈൻ വരയ്ക്കുന്നത്. ഇതാണ് ശരിക്കും നമ്മൾ കട്ട് ചെയ്തിട്ട് വരുന്ന ഭാഗം. ഈ ഒരു ഭാഗത്തു കൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് താഴത്തേറ്റം വരച്ചിട്ട് ഈ ഒരു ലൈൻ കറക്റ്റ് ഇതിലേക്ക് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ക്രോസ് ആയിട്ട് ഈ ഒരു ലൈനിലേക്ക് മുട്ടുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇത് നമുക്ക് ലൂസിന് വേണ്ടിയിട്ട് നമ്മൾ കാലിൻ്റെ തൊടയുടെ ഭാഗത്ത് വെക്കുന്ന ഇതാണ്. ഇവിടെ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം.
ഈ ഒരു ലൈനിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുക. ഇപ്പോൾ ഈ വരയ്ക്കുന്ന ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടാവുക. ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പോവുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. താഴത്തേക്കും അതുപോലെ തന്നെ ഞാൻ ചെരിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് പാൻറ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. സ്റ്റിച്ചിങ് ആണ് പിന്നെയും കുറച്ചും കൂടെ ടഫായിട്ട് എനിക്ക് തോന്നിയത്. സിബിൻ്റെ ഭാഗമൊക്കെ ഒന്ന്, അതുപോലെ കട്ട് പോക്കറ്റ് വരുന്നുണ്ട്. കട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുക എന്നൊക്കെ ഉള്ളത് പാൻറ് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ചിങ്ങിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കട്ടിങ്ങിൽ അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ ചെയ്താൽ മതി. ഇത് ഞാൻ ഒരുപാട് കൺഫ്യൂഷനാക്കി എടുത്തിട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാൻറ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഏത് അളവിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡിൽ ഈ ഒരു അളവിൽ ചെയ്താൽ മതി. നിങ്ങൾ എടുക്കുന്ന അളവ് എത്രയാണെന്നുള്ളത് അതിനനുസരിച്ചിട്ട് ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അതിനെക്കൊണ്ട് അവിടെ നിന്ന് നമ്മൾ നോച്ചിട്ട് ബാക്ക് പോക്കറ്റ് വരുന്നത് നമ്മൾ ആദ്യം എടുത്ത 9.5 അല്ലേ, അതിൻ്റെ പകുതി 4.5 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് താഴത്തേക്ക് 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. പിന്നെ നമ്മളൊരു അരഞ്ച് വെച്ചിട്ട് നമ്മൾ 1 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ടല്ലോ, അതുപോലെ നമ്മളൊന്ന് ക്രോസ് ആയിട്ട് വരയ്ക്കുക. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നോച്ചിടുക. ഇവിടെയാണ് നമ്മൾ ബാക്കിൽ ഇട്ടിടുക. അപ്പോൾ ആ ഒരു ലാസ്റ്റിക്ക് വരുന്ന ഭാഗത്തായിരിക്കും അതിൻ്റെ പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് നമ്മൾ ബെൽറ്റിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് ആണ് എടുത്തിട്ടുള്ളത്, ബെൽറ്റിന് വീതി വന്നിട്ട്. അതുപോലെ തന്നെ എത്രയാണ് നിങ്ങളുടെ പാൻറ്റിൻ്റെ ബെൽറ്റ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് 4 ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് ബെൽറ്റ് എടുക്കേണ്ടത്. ഇത് ബെൽറ്റ് ലൂപ്പിന്, പാൻറ്റിൻ്റെ ബെൽറ്റ് ഇടാനുള്ള ലൂപ്പിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചിൽ ഇതുപോലെ ഞാനൊരു ലൂപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പാൻറ്റിന് വേണ്ട പീസുകൾ, അഡീഷണൽ വേണ്ട പീസുകൾ. ഇനി ഇത് ഫ്രണ്ട് പോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസാണ്. 2 ഫ്രണ്ട് പോക്കറ്റ് ഉണ്ടാവും, അതിൻ്റെ ക്ലോത്ത്. ആ 2 ക്ലോത്ത് കട്ട് ചെയ്ത് ഇത് പോക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്ന പീസാണ്. ജാത്തി എന്നാണ് ഇതിന് പറയുക. ഇതും 2 പീസ് വേണം. 2 പോക്കറ്റിന് 2 പീസായിട്ട് വേണം. ഇത് പിന്നെ നമ്മൾ സിബ് വെക്കാൻ വേണ്ടിയിട്ട് സിബിൻ്റെ ഫ്ലൈ, അതേമാതിരി ബട്ടൺ ടേക്ക്, സിബന്നെ വെക്കുമ്പോൾ തന്നെ ബട്ടൺ വരുന്ന ഭാഗത്തുള്ളതാണിത്. ഇത് നമുക്ക് ബാക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ക് പോക്കറ്റിൽ ബാക്ക് പീസിന് വെച്ച് കൊടുക്കുന്ന 2 പൈപ്പിംഗ് പീസാണ്. അത് ഒരു 7 ഇഞ്ച്, നിങ്ങൾക്ക് 5 ഇഞ്ചൊക്കെ മതിയാവും പോക്കറ്റ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു 4 ഇഞ്ച് വിടുത്തും 7 ഇഞ്ച് ലെങ്ത്തിലും ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഒരു 5 ഇഞ്ചിൽ അതേമാതിരി തന്നെ വിടുത്തിൽ ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ പോക്കറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ, പോക്കറ്റ് വയ്ക്കാനുള്ള ക്ലോത്താണ്. ഇത് ഞാൻ 2 കളറിലാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് പുറത്തേക്ക് കാണില്ല, ഉള്ളിൽ വെക്കുന്ന തുണി പുറത്തേക്ക് കാണില്ല. കാണുന്നതിന് മാത്രം ഞാൻ പാൻറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ സാധാ പോക്കറ്റിംഗ് ആണ് എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടതും പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടതുമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഇത് ഞാനിതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കമൻ്റായിട്ട് ചോദിച്ചാൽ ഞാൻ പലർക്കും നമ്പർ കൊടുക്കാറുണ്ട്. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. ബൈ.